മലപ്പുറം മാധവനാട് അഴുകിയ കോഴി മാലിന്യവുമായി എത്തിയ വാഹനം നാട്ടുകാർക്ക് ദുരിതമാകുന്നു. പ്രദേശത്ത് മാലിന്യം തള്ളിയതിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നാട്ടുകാർ ലോറി തടഞ്ഞിരുന്നു. ഇതോടെ ലോറി നിർത്തിയിട്ട് പോവുകയായിരുന്നു. മലിനജലം പുറത്തേക്കൊഴുകിയതോടെ അസഹ്യമായ ദുർഗന്ധം മൂലം ദുരിതത്തിലാണ് പ്രദേശവാസികൾ. ഈ കോഴി വേസ്റ്റ് ഒക്കെ പാടെ ഇവിടെ പെരുന്നാളിന്റെ തലേന്ന് കൊടുന്നിട്ടിട്ട് ഇപ്പൊ ഇവിടെ നാട്ടുകാർക്കും ഇവിടെ വരുന്ന ആളുകൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സ്മെല്ല്, അതേമാതിരി രോഗങ്ങൾ ഇതൊക്കെ അങ്ങനെ വരികയാണ്. അതുകൊണ്ട് ഇതിപ്പോൾ 2 ദിവസമായി ഇത് ഇവിടുന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആരും വന്നിട്ടില്ല. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജംഷീർ, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ ലോറി നാട്ടുകാർ തടയുന്നത്. ഇത്രയും ദിവസമായിട്ട് എന്തുകൊണ്ട് അത് അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു നടപടികളിലേക്ക് അധികൃതർ കടക്കുന്നില്ല? എന്താണ് നാട്ടുകാർ പറയുന്നത്? അമൃത, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിൽ ലോറി ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഈ കോഴിമാലിന്യം തട്ടാൻ വേണ്ടി ലോറിയുമായി വേസ്റ്റുമായി വരുന്നത്. തുടർന്ന് നാട്ടുകാർ രാത്രി തന്നെ പിടികൂടിയിരുന്നു. വാഹനം പിടികൂടി ഡ്രൈവറെ പിടികൂടുകയൊക്കെ ചെയ്തിരുന്നു. ഇതോടെ ഈ ഡ്രൈവർ ഈ വാഹനം ഇവിടെ നിർത്തി പോവുകയായിരുന്നു. ഇതാണ് ഇപ്പോൾ നാട്ടുകാർക്ക് വലിയ തലവേദന ആയിരിക്കുന്നത്. അതായത് ഓൾറെഡി ഇതിനകത്തുള്ള കോഴിമാലിന്യം 7 ദിവസത്തോളം പഴക്കമുള്ള അഴുകിയതാണ് ഇതിനകത്തുള്ള കോഴിമാലിന്യം. അതിന് പുറമെ ഇപ്പോൾ ഏതാണ്ട് 2-3 ദിവസമായി ഇവിടെ തന്നെ കിടക്കുകയാണ്. ഇതിൽ നിന്ന് മഴ പെയ്തതോടുകൂടി ഇതിൽ നിന്ന് അഴുകിയ വെള്ളം പുറത്തേക്ക് ഒഴുകുകയാണ്. സമീപത്ത് നിറയെ വീടുകളുണ്ട്, കിണറുകളുണ്ട്. ഈ കിണറുകളിലേക്കെല്ലാം തന്നെ വലിയ തരത്തിൽ വെള്ളം ഒഴുകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഇത് മലപ്പുറം ജില്ലയിലെ ആദവനാട് പഞ്ചായത്തിലെ 2ാം വാർഡ് ഉൾപ്പെടുന്ന നെല്ലിത്തടം എന്ന് പറയുന്ന പ്രദേശത്താണ് ഇത്തരത്തിൽ നാട്ടുകാർ വലിയ ദുരിതത്തിലായിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇതിനൊരു തീരുമാനം ഉണ്ടാകണമെന്നുള്ളത്, അതായത് ഇവിടെ തന്നെ സംസ്കരിക്കൂ എന്നൊരു വാശിയിലാണ് ഈ ആളുകൾ, ഇത് കൊണ്ടുവന്ന ആൾ എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ വാഹനം അവിടെ ഇട്ട് പോയിരിക്കുകയാണ്. മാത്രമല്ല, ആ പരിസരത്തും ചില മാലിന്യങ്ങളൊക്കെ തള്ളിയിട്ടുണ്ട്. പരിസരത്തൊക്കെ ഒഴിഞ്ഞ സ്ഥലത്ത് മാലിന്യം തള്ളുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഇവിടെ നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള അസഹ്യമായ ദുർഗന്ധമാണ്. മാത്രമല്ല, ഈ മലിനജലം പുറത്തേക്ക് ഒഴുകുന്നത് വലിയ ആരോഗ്യ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. സമീപപ്രദേശങ്ങളിലൊക്കെ ഈ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വലിയ തോതിൽ മാലിന്യം ഈ പ്രദേശത്ത് എത്തിയിരിക്കുന്നത്. പ്രദേശത്തെല്ലാം തന്നെ നിരവധി വീടുകളുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൃത്യമായ ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് വേണം. പഞ്ചായത്ത് അധികൃതരും പോലീസും ഒക്കെ ഇടപെട്ടാണ് ഈ വാഹനം ഇപ്പോൾ അവിടെ തടഞ്ഞിട്ടുള്ളത്. പക്ഷേ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ തടഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ വാഹനം കൊണ്ടുപോകാനായി മാലിന്യം ഇവിടുന്ന് മാറ്റാനോ ഈ കൊണ്ടുവന്നവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി അതിനൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നാട്ടുകാർ നീങ്ങുമെന്നാണ് ഇപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ അറിയിച്ചിട്ടുള്ളത്.